ഞാൻ ഇന്ന് പച്ചപ്പപ്പായ കൊണ്ട് ഉണ്ടാക്കണ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് കാണിക്കുന്നത്. പച്ചപ്പപ്പായ എല്ലാവർക്കും ധാരാളമായിട്ട് കിട്ടുന്നതാണല്ലോ. മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തിട്ടുള്ള ചെറുപയറാണെങ്കിലും പപ്പായ ആണെങ്കിലും ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർക്കുന്നുമില്ല. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂട്ടാൻ. നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, പാൽക്കൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മത്തങ്ങ കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യണതാണ്. അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഞാനിത് ഇതുപോലെ പച്ചപ്പപ്പായയും ചെറുപയറും വച്ച് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പച്ചപ്പപ്പായ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. ഈ പപ്പായ ഇതുപോലെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പയ്ക്ക, അതായത് പപ്പായ, ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള തുടക്കത്തിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പപ്പായയുടെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ചേർക്കണത് 1 കപ്പ് അളവിൽ ചെറുപയറാണ്. ചെറുപയർ രാത്രി മുഴുവൻ കുതിർത്തിയത്, അതായത് 7-8 മണിക്കൂർ കുതിർത്തിയത് കൊണ്ടാണ് ഞാൻ ഈ കഷ്ണത്തിനോടൊപ്പം ചേർത്ത് ചെറുപയർ വേവിക്കുന്നത്. ഇപ്പോൾ കുതിർത്താത്ത ചെറുപയറാണെന്നുണ്ടെങ്കിൽ ചെറുപയർ ആദ്യം വേവിച്ചതിന് ശേഷം വേണം കപ്പയ്ക്കയുടെ കൂടെ ചേർക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയാണ്. അതായത് അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി. അത് ചതച്ച് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർക്കാം. ഇത് മഞ്ഞൾപ്പൊടി ഇല്ലാത്ത കൂട്ടാനാണ്, വെളുത്ത കളറിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ്, അത് അരപ്പിലാണ് ചേർക്കുക. ഇപ്പോൾ വേറെ ഒന്നും ചേർക്കണ്ട. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ അടിച്ചിട്ട് നല്ലോണം ഉടയുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി തേങ്ങ, അതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ്. ഇത് ഉണ്ടമുളക് എരിവുള്ളത് കൊണ്ടാണ്, നല്ല എരിവുള്ളതുകൊണ്ട് 2 എടുക്കണേ. സാധാരണ നീളത്തിലുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എരിവ് വേണം കേട്ടോ. എരിവ് കൂട്ടാൻ കുറച്ചൊരു ചൊടി വേണം. ഇനി ഇത് അരയ്ക്കുമ്പോൾ വേറെ നമ്മൾ ജീരകമോ അങ്ങനെയൊന്നും ചേർത്ത് അരയ്ക്കരുത്. അപ്പോൾ ഒരു എരിശ്ശേരിയൊക്കെ പോലെ ആയിട്ട് മാറും. ഇത് ഒരു പാൽക്കൂട്ട് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ്. അതിൻ്റെ ഒരു തനതായിട്ടുള്ള സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങയും പച്ചമുളകും മാത്രം. അരയ്ക്കണതിനും പ്രത്യേകതയുണ്ട്. നല്ല മഷി പോലെ അരയണം. നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് പോലെ അത്ര നന്നായിട്ട് അരഞ്ഞിട്ട് വേണം അത് ചേർക്കാൻ വേണ്ടി. അല്ല ചെറിയുള്ളിയോ ജീരകമോ വേറെ ഒന്നും ഇതിൽ ചേർത്ത് അരയ്ക്കരുത്. ചെറുപയറും കപ്പയ്ക്കയുടെ കഷ്ണവും കൂടി നല്ല അസലായിട്ട് വെന്തുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ വേവണ സമയത്ത് നമുക്ക് അരച്ചു വെച്ചതും കൂടി ചേർക്കണം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ലൂസാക്കിയിട്ട് അരപ്പൊഴിച്ചിട്ടുണ്ട്. ഇനി അതൊരു 2 തള തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. പിന്നെ കടുകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് വറുത്തിടുകയും കൂടി വേണം. ഇനി ഇതാ ഇതിലേക്ക് കറിവേപ്പിലയും ഒരു ടീസ്പൂണോളം കടുകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതിനെ പപ്പായ പാൽക്കൂട്ട് പോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ എരിവ് കുറച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു സൂപ്പ് പോലെ ഒരു ബൗളിൽ കോരി കഴിക്കാനായിട്ടും അത്രയും ഹെൽത്തിയുമാണ്. നല്ല ക്രീമി ആയിട്ട് നല്ല സ്വാദുമാണ്. ചപ്പാത്തിയുടെ കൂടെ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർത്ത് ചപ്പാത്തിയുടെ കൂടെ അതൊരു കറിയാക്കി എടുക്കാം. പുട്ടിൻ്റെ കൂടെ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.